ടൈംപിക്സിൽ നമുക്ക് സർവേ കിട്ടുന്നെങ്കിൽ പ്രീ സ്കാനർ ടെസ്റ്റ് പാസ്സായാലേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ടൈംപിക്സിൽ ആദ്യമായിട്ട് വന്ന് സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ATM അല്ലെങ്കിൽ പേപ്പാലിൻ്റെ Gmail വെച്ച് തന്നെ സൈനപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവർ ഒരു മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ ലിങ്ക് അയക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് മെയിലിൽ വന്ന ശേഷം ആ കൺഫർമേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ടൈംപിക്സ് അക്കൗണ്ട് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് അവിടെ ഐ എഗ്രി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ടേംസ് ആൻഡ് കണ്ടീഷനാണ്. അത് നമ്മൾ എഗ്രി എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എഗ്രി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ സർവേ എന്ന ഒരു പേജിലേക്ക് പോവുകയാണ്. അതായത് ഏഴിനകത്ത് സർവേ എന്നുള്ള പേജിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ഒരു പ്രീ സ്കാനർ ടെസ്റ്റ് ഉണ്ട്. അതായത് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും, ടൈംപിക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ആൻസർ നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ആൻസർ വായിച്ച് നോക്കിയിട്ടാണോ, ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയിട്ടാണോ ആൻസർ കൊടുക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 10 സെൻറ്റും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് സ്റ്റാർട്ട് എന്നുള്ള ആ ഓപ്ഷനിലേക്ക് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ തന്നെ ആ പ്രീ സ്കാനർ ടെസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്നതാണ്. ക്വസ്റ്റ്യനകത്ത് തന്നെ ആൻസർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അതിന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കൺട്രി ചോദിക്കുന്നുണ്ട്. നമ്മുടെ കൺട്രി ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ 30 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 30 ക്വസ്റ്റ്യൻ നമ്മൾ പാസ്സാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം മൂന്നാമത്തെ അവർ ചോദിക്കുന്നുണ്ട്. അതായത് നമുക്ക് ടൈംപിക്സിൻ്റെ വിഡ്രോ, മിനിമം വിഡ്രോ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. മിനിമം വിഡ്രോ $5. നേരത്തെ $10, അതിപ്പോൾ $5 ആക്കി. അപ്പോൾ $5 എന്നുള്ളത് അടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ആക്കുന്നത്. അതിനുശേഷം അവർ പറയുന്നത് ബ്ലൂ സെലക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ബ്ലൂ സെലക്ട് ചെയ്ത് അതിന് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ ഇവിടെ നമ്മുടെ നാലാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നാലാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് ഇവിടെ ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുക. ക്വസ്റ്റ്യനകത്ത് തന്നെ അതിനകത്ത് കൊണ്ടുപോകുക. ആൻസർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആ ആൻസർ നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ ഉള്ള ആ ലാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇവിടെ നോക്കി തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെയുള്ള ആ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനാണ്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം എട്ടാമത്തേത് വന്നിട്ടുണ്ട്. എട്ടാമത്തേന്ന് പറഞ്ഞാൽ ഓരോ 2 മണിക്കൂറിലാണ് നമുക്ക് പുഷ് ക്ലിക്ക് കിട്ടുന്നത്. അപ്പം ആ 12 എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 9ാമത്തെ ഓപ്ഷന് 0.002 അഡ്വർടൈസിംഗ് ഫീസിൻ്റെ കാര്യമാണ്. 0.002 രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച ശേഷം നമുക്ക് അവർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും സൂപ്പർ പവർ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിനകത്ത് നോക്കുക. അതിനുശേഷം അതിൻ്റെ ഓപ്ഷൻ അടിച്ചു കൊടുക്കുക. അതിനുശേഷം 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതായിരിക്കും. 12ാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതിനുശേഷം അതിൻ്റെ ഓപ്ഷനായിട്ടുള്ള ഏറ്റവും ലാസ്റ്റത്തെ 4ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം 13ാമത്തെ ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്. 13ാമത്തെ ക്വസ്റ്റ്യന് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആൻസറാണ്, രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ 14ാമത്തെ ക്വസ്റ്റ്യൻ വന്ന് 14ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ റെഫറൽ കമ്മീഷനാണ്. ടൈംപിക്സിൽ റെഫറൽ കമ്മീഷൻ 10%. അത് നിങ്ങളുടെ റെഫറൽ ID വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനുശേഷം വീണ്ടും അവർ ചോദിക്കുന്നുണ്ട് നമ്മുടെ കൺട്രി ഏതാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ കൺട്രി അതിനകത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഇനിയിപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുണ്ട്. 16ാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് തരുന്ന ഏതാണെന്ന് ചോദിക്കുന്നത്. സർവേ ആണ്. ടൈംപിക്സിൽ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നത് സർവേ ആണ്. അപ്പോൾ അതിനകത്ത് 3ാമത്തെ ഓപ്ഷനായ സർവീസ് എന്നുള്ള ആ ഓപ്ഷന് സെലക്ട് ചെയ്യുക. കാരണം സർവേ ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, ടൈംപിക്സ് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം സർവേ നിന്നാണ് $1, $2, $3 സർവീസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ അവർ നമ്മൾ വായിച്ച് നോക്കിയ ശേഷം അതിൻ്റെ ആൻസർ കൊടുക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3ാമത്തെ ആൻസറാണ്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ഇവിടെ 18ാമത്തെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ 2ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ 19ാമത്തെ ക്വസ്റ്റ്യനിൽ വന്ന് 19ാമത്തെ ക്വസ്റ്റ്യന് ജസ്റ്റ് നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം 20ാമത്തെ ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യന് നമ്മളോട് അവർ ചോദിച്ചിരിക്കുന്നതിൻ്റെ ആൻസർ ഫസ്റ്റ് ഓപ്ഷനാണ്. ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ എംപ്ലോയി ഫുൾ ടൈം എന്നുള്ള ഓപ്ഷനും കൊടുക്കാം. ശേഷം 22ാമത്തെ ക്വസ്റ്റ്യനാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നമുക്ക് തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ബാക്ക് വരുന്നതായിരിക്കും. ചാർജ് ബാക്ക് ഒരുപാട് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ഡിസേബിൾ ആകുന്നതായിരിക്കും. അതിനുശേഷം 23ാമത്തെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
മൂന്നാമത്തെ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ലാസ്റ്റ് ഓപ്ഷനായ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്ന നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ 24ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ നോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ 25ാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് പേ ഔട്ട് കിട്ടുന്നത് വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ തേഴ്സ്ഡേ എന്നുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ 26ാമത്തെ ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്. 26ാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് മെഡിക്കൽ ഇൽനെസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇല്ലെന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ഇൽനെസ് ഉണ്ടെങ്കിൽ കൊണ്ടേക്ക് കൊടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്. അതിനുശേഷം നമ്മൾ 27ാമത്തെ ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷനാണ്. അതിനുശേഷം 28ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 28ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് പ്രൈസ് ആണ്. അത് 4ാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ 29ാമത്തെ എഴുതി വന്നിട്ട് 29ാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് കൊടുക്കുക. അതിനുശേഷം 30ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ലെവലാണ് ചോദിക്കുന്നത്, അതായത് ഡിഗ്രിയാണോ അത് കൊടുക്കുക. അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ആ 30 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 സെൻറ്റും കിട്ടി, സർവേ പേജ് ഓപ്പണുമായി. ഇനിയിപ്പോൾ നമുക്ക് സർവീസ് കിട്ടുന്നതായിരിക്കും. ആ പ്രൊഫൈലിനനുസരിച്ചുള്ള സർവീസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ചെയ്ത് അത്യാവശ്യം നല്ല സർവേ പാസ്സാവുകയാണെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ കൂടും. ക്വാളിറ്റി സ്കോർ കൂടുമ്പോൾ കൂടുതൽ സർവീസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനിയിപ്പം താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോൾ ഫിഷിൻ്റെ സർവേ, CPS റിസർച്ച് സർവേ, ബിറ്റ്സ് ലാബിൻ്റെ സർവേ, അതുപോലെ തെറോം റീച്ച്, ഇൻബ്രെയിൻ, യുവർ സർവേ, ഡൈനാറ്റയുടെ സർവേ, പ്യുവർ സ്പെക്ട്രത്തിൻ്റെ സർവേ, അങ്ങനത്തെ ഉള്ള സർവീസ് കിട്ടും. സാമ്പിളിഷ്യസ് സർവീസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേ ഔട്ട് എടുത്ത് കഴിയുമ്പോഴാണ് സാമ്പിളിഷ്യസ് സർവീസ് കിട്ടുന്നത്. സാമ്പിളിഷ്യസ് സർവീസ് അത്യാവശ്യം റേറ്റുള്ള സർവേയാണ്. $3 $5 സർവീസ് വരാറുണ്ട്. പിന്നെ നമുക്ക് ഡെയിലി പോൾ കിട്ടുന്നതായിരിക്കും. ഡെയിലി പോൾ എന്ന് പറഞ്ഞാൽ 0.007 എന്ന് വെച്ച് പോയിന്റ് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ദിവസവും ഡെയിലി പോൾ വരുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ അതിനകത്ത് ശരിയോ തെറ്റോ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. പിന്നെയുള്ള കണ്ടൻറ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. കണ്ടൻറ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യേണ്ടതായിട്ട് നമ്മൾ പ്രൊഫൈൽ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പേരും അതുപോലെ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. പേയ്മെൻറ്റ് മെത്തേഡിലാണ് നമുക്ക് പേ ഔട്ട് കിട്ടേണ്ടത്. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ATMിലേക്കാണ് വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ATMിൻ്റെ Gmail ID ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, പേപ്പാലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, സ്ക്രില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ലൈറ്റ് കോയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ് പേയ്മെൻ്റ് ആയിട്ടുള്ള. ഇപ്പോൾ ബാങ്കിൻ്റെ ആണെങ്കിൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറും അതുപോലെ IFSC കോഡും നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സും നിങ്ങൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്ത ശേഷം അപ്ഡേറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് മെയിലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അത് ആ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടുന്നത് ബാങ്ക് ത്രൂ ആയിരിക്കും. ബാങ്ക് ത്രൂ ആകുമ്പം കമ്മീഷനൊന്നും കട്ടാത്തില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ബാങ്കിലേക്ക് ആ എമൗണ്ട് എത്ര എമൗണ്ട് ആണോ നിങ്ങൾ ഏൺ ചെയ്തത്, $5 മുകളിൽ എത്ര എമൗണ്ട് നിങ്ങൾ ഏൺ ചെയ്തോ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.